friends, welcome to Shilu's kitchen. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ധാരാളം പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ള ശരീരത്തിന് ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്ന ഉഗ്രൻ ഒരു ഓട്സ് പീനട്ട് ലഡു ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ഓട്സ്, 1 കപ്പ് നിലക്കടല, 3 ശർക്കര ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുള്ളതാണിത്, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും, 4 ടേബിൾ സ്പൂൺ ചിരകിയെടുത്ത തേങ്ങ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യമായിട്ട് ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഓട്സ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ നമുക്കറിയാം ഓട്സ് എന്ന് പറയുന്നത് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഹോൾ ഗ്രെയിൻ ആണ്. ഓട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ധാരാളമായിട്ട് സോളിബിൾ ഫൈബർ ആയിട്ടുള്ള ബീറ്റ ഗ്ലൂക്കൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവലിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുവഴി നമ്മളെ ഹാർട്ട് ഡിസീസ് റിസ്ക് ഒക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. മാത്രമല്ല നമ്മളെ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓട്സ് കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. കളറിൽ ചെറിയൊരു മാറ്റം മതി, വല്ലാണ്ട് ഗോൾഡൻ ബ്രൗണോ അങ്ങനെയൊന്നും ആവുമൊന്നും വേണ്ട. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് റോസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് ചൂട് തണയാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ കുക്കിംഗ് സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഈ ഓട്സിനെ റോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കുക്കിംഗ് പാർട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കണ്ടില്ലേ, നമ്മൾ ഓട്സൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പീനട്ടും ഓട്സും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം പീനട്ട് എന്ന് പറയുന്നത് ഓട്സ് പോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ ധാരാളമായിട്ട് പ്രോട്ടീനും ഫൈബറും പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ബി വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ ഒരാൾ ഒരു കൈപ്പിടിയോളം പീനട്ട് ഡെയിലി ഡയറ്റിൻ്റെ ഭാഗമാക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മളിത് ഓട്സും നമ്മൾ പീനട്ട് ഞാൻ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പീനട്ടാണ്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മളത് രണ്ടും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം, നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. പീനട്ടിൻ്റെ ആ ഒരു ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ, 5 മിനിറ്റ് തികച്ചും വേണ്ട, പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവാണിത് കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയും ചേർത്തിട്ടൊരു 2 സെക്ഷനായിട്ട് നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. നമ്മൾ ഇതിനകത്ത് ഗീയോ ബട്ടറോ ഓയിൽ അങ്ങനത്തെ ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കിട്ടും. അപ്പോൾ കുറേശ്ശെ തേങ്ങയും കുറേശ്ശെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഓട്സിൻ്റെയും പീനട്ടിൻ്റെ മിക്സും കൂടെ കുറച്ച് ശർക്കര ഇട്ടിട്ട് ഒരു 2 സെക്ഷനായിട്ട്, ഒന്നിച്ച് പൊടിച്ചെടുക്കുന്നില്ല, 2 സെക്ഷനായിട്ട് നമ്മൾക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട്, ആ ശർക്കരയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചതേ ഉള്ളൂ. അപ്പോൾ നല്ല ഫൈനായിട്ട് നമുക്കിത് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, നമുക്ക് നല്ല ഓയിലൊന്നും ഇടാണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനും ഇതുപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതിനേക്കാളൊക്കെ എത്രയോ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു ലഡുവാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് നല്ല വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിതിൽ ശർക്കരയൊക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആരോഗ്യത്തിന് ദോഷമായിട്ടുള്ള ഒന്നും നമ്മൾ ഈ ലഡുവിനകത്ത് ചേർക്കുന്നില്ല. ഒക്കെ നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണെന്നത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ലഡുവിൻ്റെ പോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ കണ്ടില്ല നമ്മൾ കണ്ടാൽ തന്നെ നമുക്കിത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുട്ടി ഈ ഒരു ലഡുവിൻ്റെ കുഞ്ഞ് ലഡുവായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഇതെടുക്കാം. അപ്പോൾ നമുക്കിനി ലഡു കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മളിനി ബേക്കറിയിലേക്കൊന്നും പോകണ്ട. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങ വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഫോമിൽ തന്നെ ഈ ഒരു മിക്സ് കിട്ടും. അപ്പോൾ കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ തേങ്ങ ഒഴിവാക്കിയിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഈ ലഡുവിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ നെയ്യിൽ വറുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് നട്ട്സ് ആണെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും അത് എന്ത് തന്നെയായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ see you. Thanks for watching.